ഒത്തിരി ആളുകൾ ഇന്ന് വെയർഹൗസ് പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെയാണ് ഇത്രയും വലിയ എമൗണ്ടുകൾ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഈ പണിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഏത് ടൈപ്പ് ഓഫ് കമ്പനിയിലേക്കാണ് ഈ പണിയുന്നത്, ആ ഏരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് പ്രൊജക്റ്റിലേക്ക് പോവാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. കാരണം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഒരു ചെറിയൊരു എമൗണ്ടിലല്ലല്ലോ നമ്മളൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അതിന് തക്കത്തായ റിട്ടേൺസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് മണി ആവും, ഒന്നാമത്തെ കാര്യം. ഇനി അതല്ല, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ROI മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കാലതാമസം എടുക്കും. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഒരു കൺസൾട്ടേഷൻ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതല്ലേ? കാരണം വലിയൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിലോട് കൂടി ആയിരിക്കണം അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഡെഡ് മണി ആയിട്ട് പോകും.